ആക്രി സാധനങ്ങൾ വിറ്റതിലെ തട്ടിപ്പ് സെക്രട്ടേറിയറ്റ് യൂണിയൻ നേതാവിനെതിരെ വിജിലൻസ് കേസ്. CPM നിയന്ത്രണത്തിലുള്ള കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റും പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമായ പി ഹണിക്കെതിരെ വിജിലൻസ് കോടതിയിൽ കേസ്. BJP നേതാവായ അഡ്വക്കേറ്റ് RS രാജീവിന്റെ ഹർജിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സെക്രട്ടേറിയറ്റിലെ ആക്രി വസ്തുക്കൾ അനധികൃതമായി കടത്തി 25 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയിലാണ് ഹണിക്കെതിരെ കേസ്. സെക്രട്ടേറിയറ്റിൽ ഹണിയുടെ വിശ്വസ്തനായ ബിനു എന്ന വ്യക്തിയെ അനധികൃതമായി നിയമിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ബിനു ഈ കേസിൽ രണ്ടാം പ്രതിയാണ്. ദിവസവേതനക്കാരനായി നിയമിച്ച ബിനു സെക്രട്ടേറിയറ്റിലെ ആക്രി വസ്തുക്കൾ കരമനയിലെ ആക്രി വ്യാപാരിക്ക് വിറ്റ് തുക സ്വന്തം അക്കൗണ്ടിൽ സ്വീകരിക്കുകയായിരുന്നു പതിവ്. ആക്രി വസ്തുക്കൾ പുറത്തു കൊണ്ടുപോകാനുള്ള പാസ് അനധികൃതമായി ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ ചുമതലയുള്ള ഹണിയായിരുന്നു അനുവദിച്ചിരുന്നത്. ഈ തട്ടിപ്പ് വർഷങ്ങളോളം നടത്തി വരികയായിരുന്നു. സ്റ്റോർ പർച്ചേസ് മാനുവലിന്റെ ലംഘനം നടത്തിയ കേസ് ശരിയായ രീതിയിൽ അന്വേഷിച്ചാൽ കൂടുതൽ തുക തട്ടിയെടുത്ത വിവരം പുറത്തുവരുമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂറ്റൻ ഫ്ലക്സ് സ്ഥാപിച്ചതിൽ ഹണിക്കെതിരെ നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രകോപന മുദ്രാവാക്യമുയർത്തിയ പൊതുനിരത്തിൽ സർക്കാർ ജീവനക്കാരെ അണിനിരത്തി പ്രതിഷേധിച്ചതിനും ഹണിക്കെതിരെ പരാതിയുണ്ട്. 2021 സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ ആക്രമിച്ചതിന് കോടതി ശിക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പി ഹണിയെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അപ്പീൽ കോടതി ശിക്ഷ റദ്ദ് ചെയ്തിരുന്നു. സെക്രട്ടേറിയറ്റിൽ രാഷ്ട്രപതിയുടെ ചിത്രം സ്ഥാപിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതും ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ ചുമതലയുള്ള ഈ ഉദ്യോഗസ്ഥനാണെന്ന ആരോപണവുമുണ്ട്. ഏതായാലും പിണറായിയുടെ വിശ്വസ്തർ ഇനി എന്നാണ് പിണറായി വിജയന്റെ വിശ്വസ്തരായ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റ് പൊളിച്ചു തന്നെ അതിന്റെ കല്ലും